അതിവേഗ റെയിൽപാത ഇടക്കാല റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച് മെട്രോമാൻ ഇ ശ്രീധരൻ 2 ആഴ്ചക്കകം തീരുമാനം അറിയിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി. കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വിപ്ലവാത്മകമായ മാറ്റം ലക്ഷ്യമിടുന്ന അതിവേഗ റെയിൽപാത പദ്ധതിയുടെ കേരള ഹൈസ്പീഡ് റെയിൽവേ ഇടക്കാല റിപ്പോർട്ട് മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് സമർപ്പിച്ചു. പദ്ധതിയുടെ പുരോഗതിയിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയ മുഖ്യമന്ത്രി ഇതു സംബന്ധിച്ച സർക്കാർ തീരുമാനം 2 ആഴ്ചക്കകം അറിയിക്കാമെന്ന് ഇ ശ്രീധരന് ഉറപ്പു നൽകിയിട്ടുണ്ട്. കെ.പി. നൌഷാദ് അലി എം.എൽ.എയുടെ സാന്നിധ്യത്തിലായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഈ സുപ്രധാന കൂടിക്കാഴ്ച നടന്നത്. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ ഇ ശ്രീധരന്റെ വസതിയിൽ നൌഷാദ് അലി സന്ദർശനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. പദ്ധതിയുടെ ആകെ ചെലവിന്റെ 60% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബാക്കി തുക പൊതുജന പങ്കാളിത്തത്തോടെയും സമാഹരിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. DPR പൂർത്തിയാക്കുന്നതിനായി മണ്ണു പരിശോധനയും ഭൂമിയുടെ അളവെടുപ്പും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിനായുള്ള സർക്കാർ അനുമതി 2 ആഴ്ചക്കകം ലഭ്യമാകുമെന്നാണ് സൂചനകൾ. മേൽപ്പാലത്തിലൂടെയാണ് ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് എന്നതിനാൽ വലിയ രീതിയിൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നതും ഏറ്റെടുക്കുന്ന ഭൂമി ഭൂ ഉടമകൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടുത്താം എന്നതും ഈ പദ്ധതിയുടെ വലിയ മേന്മയായി സർക്കാർ വിലയിരുത്തുന്നു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 473.2 കിലോമീറ്റർ നീളത്തിൽ സംസ്ഥാനത്തെ പ്രധാന വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിച്ചുകൊണ്ടാണ് ഈ അതിവേഗ പാത വിഭാവനം ചെയ്തിരിക്കുന്നത്. വിവിധ ജില്ലകളിലായി 23 സ്റ്റേഷനുകൾ ഇതിനായി ഉണ്ടാകും. 2ാം ഘട്ടത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് കൂടി ഈ പാത നീട്ടാനും പദ്ധതിയുണ്ട്. നിലവിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത മേഖലകളിലൂടെയാണ് ഈ പുതിയ അതിവേഗ റെയിൽപാത പ്രധാനമായും കടന്നു പോകുന്നത് എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.